To what extent the state should interfere in free education, health care, and isn't that form a socialism? No, അത് സോഷ്യലിസം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു ക്യാപിറ്റലിസത്തിന് പ്രത്യേകിച്ച് നീതമായ ഒരു വ്യവസ്ഥയില്ല. സംതിങ് ലൈക്ക് വാട്ടർ ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ വെസൽ ഇറ്റ് കണ്ടെയ്ൻസ് എന്ന് പറയില്ലേ, ഒരു ഇരിക്കുന്ന പാത്രത്തിൻ്റെ ആകൃതിയാണ് അത് സ്വീകരിക്കുക. ഇപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സ് ഫ്രീ ട്രേഡ്, ഫ്രീ മാർക്കറ്റ്, ഇങ്ങനെ കുറേ സാധനങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കിപ്പോൾ വെൽഫെയർ എക്കണോമിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ ഇസ് വെൽ പോസിബിൾ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളോ ഒന്നുമില്ലാത്ത സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിങ്ങൾ നോക്കുക. ഈവൻ സ്വിറ്റ്സർലൻഡിൽ, ഞാൻ ഈ അടുത്ത പോയിട്ടുണ്ട്, സ്വിറ്റ്സർലൻഡിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വളരെ ഇന്നോവേറ്റീവായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനൊരു പരിപാടിയിൽ തന്നെ പറഞ്ഞിരുന്നത്, അവിടെ ഈ പ്രായമായവരെ നോക്കുകയാണെങ്കിൽ ടൈം ബാങ്ക് എന്ന് പറയുന്നൊരു സങ്കല്പം കൊണ്ടുവന്നു. ടൈം ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അവസ്ഥയിലിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് പോയി ഈ പ്രായമായവരെയും രോഗികളെയൊക്കെ പരിചരിക്കാം. ഒരു 10 മണിക്കൂർ പരിചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മണിക്കൂർ കിട്ടും. ഇത് നിങ്ങളുടെ ബാങ്ക് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഈ 10 മണിക്കൂർ അക്കൗണ്ടിലിടും. എന്നിട്ട് നിങ്ങൾ വീണ്ടും അടുത്ത ദിവസം പോയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ 2 മണിക്കൂർ പോയി ആളുകളെ പോയി പരിചരിക്കുകയോ കുളിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഒരു 2 വർഷം ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇത്ര മണിക്കൂർ ടൈം ബാങ്കിലുണ്ട് എന്നിരിക്കട്ടെ. എന്നിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് പ്രായമൊക്കെ ആയി ഒരു ചുള്ളിക്കമ്പ് ലെവലൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആളുകളെ വേണം. അപ്പോൾ മക്കൾ അങ്ങോട്ട് പോയി, ഭാര്യ ഇങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ഭർത്താവ് അങ്ങോട്ട് പോയി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഡയൽ ദ നമ്പർ. ടൈം ബാങ്കിൽ നിങ്ങൾ പരിചരിച്ച സേവന സമയം ഉണ്ട്. എന്നിട്ട് പറയാം, എനിക്ക് ഇന്ന് മുതൽ എനിക്ക് അല്ല ഒരു ഓർത്തോപെഡിക് ഒരു കൈ ഒടിഞ്ഞ് കിടക്കുകയാണ്, എനിക്ക് ദിനകൃത്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ കുളിപ്പിക്കണമൊക്കെ ചെയ്യണം. നിങ്ങൾ ഡയൽ ചെയ്യുക, ഇടത്തൊക്കെ വെച്ച് ഡയൽ ചെയ്യുക, ആൾ വരും, നിങ്ങളെ കുളിപ്പിക്കും, പിറ്റേന്നും വരും. നിങ്ങൾക്ക് ഈ 1000 മണിക്കൂർ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടും. ഇത് വെൽഫെയർ എക്കണോമിക്സിൻ്റെ ഒക്കെ ഒരു പീക്കാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ കാര്യമാണത്. ജപ്പാനിൽ ഇതേ കാര്യം ജപ്പാനിലുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്യാപിറ്റലിസം ഇതെല്ലാം അക്കോമഡേറ്റ് ചെയ്ത് പോവുകയാണ്. മനസ്സിലായി? ഇതൊന്നും സോഷ്യലിസം അല്ല. സോഷ്യലിസം എ പ്ലാൻഡ് കൺട്രോൾഡ് എക്കോണമി വേർ ദ ബിഗ് ബ്രദർ സേസ് ഹി നോസ് വാട്ട് യു നീഡ്. അതൊരു ടോട്ടാലിറ്റേറിയൻ സാധനമാണത്. അല്ല, സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, റേഷൻ കൊടുക്കുന്നു, അതുകൊണ്ട് ക്യാപിറ്റൽ വ്യവസ്ഥയിലെ വെൽഫെയർ മെഷേഴ്സ് എല്ലാം സോഷ്യലിസം ആണെന്നൊന്നും വെറുതെ തെറ്റിദ്ധരിക്കല്ലേ. സോഷ്യലിസമോ കമ്മ്യൂണിസമോ ഒരു പൊടി പോലും ഇല്ലാത്ത രാജ്യങ്ങളിൽ, ഇപ്പോൾ ഇംഗ്ലണ്ട് സോഷ്യലിസ്റ്റ് രാജ്യം ആരും പറയത്തില്ലല്ലോ. ഇംഗ്ലണ്ടിൽ ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും എല്ലാം ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ 60 പൗണ്ടാണ് ഒരു ആഴ്ച കൊടുക്കുന്നത്. അത് രാജ്യങ്ങളൊക്കെ എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര കോസ്റ്റാണ് ഇതിനൊക്കെ. മനസ്സിലായോ?